ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളി തേങ്ങ അരച്ച സാമ്പാർ എങ്ങനെ ഉണ്ടാക്കാൻ. എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് തേങ്ങ അരച്ചിട്ട് എങ്ങനെയാണ് സാമ്പാർ വെക്കുകയെന്ന്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഞാൻ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്, അത് നല്ല രീതിയിൽ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. സാമ്പാറിന് ആവശ്യമായ പുളി സെപ്പറേറ്റ് വെള്ളത്തിലിട്ട് കുതിർത്തി വെക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ പരിപ്പ് ആഡ് ചെയ്യണം. ആ വെജിറ്റബിളിനകത്ത് ഞാൻ ഒരു കഷ്ണം ഇഞ്ചി ചതച്ചിടുന്നുണ്ട്. പിന്നെ ആ പരിപ്പും കഴുകിയിട്ടതിന് ശേഷം അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി അങ്ങനത്തെ നമുക്ക് സാമ്പാറിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ ആ വെജിറ്റബിളിലിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുക. അതിനുശേഷം തേങ്ങയ്ക്കകത്ത് വെളുത്തുള്ളിയും വലിയ സവാളയും കറിവേപ്പിലയും ഇട്ട് എണ്ണയിൽ നല്ല രീതിയിൽ മൂപ്പിച്ചെടുക്കുക. ഒരു ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്കും നമുക്കത് ഇറക്കാവുന്നതാണ്. ഇറക്കാൻ നേരം കുറച്ച് ചെറിയ ജീരകവും ഉലുവയും ഈ തേങ്ങയ്ക്കകത്ത് ഇടുന്നത് നല്ലതാണ്. അതിടുമ്പം സാമ്പാറിനൊരു പ്രത്യേക മണമായിരിക്കും നമ്മുടെ ജീരകത്തിൻ്റെ. പിന്നെ അതിലേക്ക് ഞാൻ ഒഴിക്കാൻ വേണ്ടിയിട്ട് പുളിവെള്ളം മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ പിഴിഞ്ഞ് അതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഞാൻ ഇറക്കാൻ നേരം കുറച്ച് ജീരകവും ഉലുവയും ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പുളിവെള്ളം ഒഴിച്ചിട്ട് വെജിറ്റബിൾ വേവിച്ച് മാറ്റി ഇറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ സെപ്പറേറ്റ് നമ്മൾ മറ്റേ മുരിങ്ങയ്ക്കയും വെണ്ടയ്ക്കയും സെപ്പറേറ്റ് ഇട്ടാൽ അത് നല്ല രീതിയിൽ നമുക്ക് എന്താ പറയുക ഉടയാതെ കിട്ടും. നമുക്ക് അതിൽ നിന്നെടുത്ത് കഴിക്കാനായിട്ട് പറ്റും. അങ്ങനെ ഞാൻ സെപ്പറേറ്റ് വേവിച്ച് വെച്ചിട്ടുണ്ട്. നമ്മളെ വെണ്ടയ്ക്ക ഞാൻ എണ്ണയിൽ കുറച്ച് മൂപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ലാസ്റ്റ് എല്ലാം ഇറക്കിയതിന് ശേഷം തേങ്ങ അരപ്പൊഴിക്കുമ്പം ഇതും ഒഴിച്ച് നല്ല രീതിയിൽ തിളപ്പിച്ച് എടുക്കുക. അങ്ങനെ തേങ്ങ ഞാൻ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അത് നല്ല രീതിയിൽ അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് സാമ്പാറിലേക്ക് പാർന്ന് അങ്ങനെ നമ്മൾ സാമ്പാർ നല്ല രീതിയിൽ തിളച്ച് ആ തേങ്ങയുടെ ചവർപ്പൊക്കെ മാറുന്ന നേരം കുറച്ച് ഉലുവയല്ല കടുക് താളിച്ചിടുക. അതിലേക്ക് കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും മാത്രം ഇട്ടിട്ട് കടുക് താളിച്ചിറക്കുക. നമ്മൾ അടിപൊളി സാമ്പാർ റെഡിയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് വീഡിയോസിനായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക.